ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ ദൈവശബ്ദം കേൾക്കാമെന്നൊരു സന്ദേശം ചെയ്തിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ ആ സന്ദേശം കേട്ടു. ഞാൻ അതിലൂടെ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുവാനായിട്ട് ചില മുഖാന്തരങ്ങളുണ്ടെന്നും ചില മാധ്യമങ്ങളുണ്ടെന്നും അതിലൊന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളുമാണ് എന്ന് പറഞ്ഞിരുന്നു. ദൈവം നമുക്ക് നൽകി തരുന്ന സ്വപ്നങ്ങളെ നാം അവഗണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആത്മീക വിഷയം നാം ചില മിനിറ്റുകൾ ചർച്ച ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 32-33 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ അവിടെ നാം ചിന്തിച്ചിരുന്നു, മനുഷ്യന് ഗാഠനിദ്രകൾ ഉണ്ടാകുമ്പോൾ സ്വപ്നത്തിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിക്കും. എന്തിനാണ്? വാളിൽ നിന്ന് രക്ഷിക്കുവാൻ, അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അതുപോലെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട്. ദൈവം തൻ്റെ ഭക്തന്മാരോട് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും അരുളപ്പാടുകളിലൂടെയും ദൈവം ഇടപെടാറുണ്ട്, ദൈവം സംസാരിക്കാറുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് അത് ശരിവെക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള താളുകൾ നാം മറിച്ചു നോക്കിയാൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാരോട് ദൈവഭക്തന്മാരോട് ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം അരുളപ്പാടുകൾ അവരോട് അറിയിച്ചിട്ടുണ്ട്. എന്തിനാണ് ദൈവം സ്വപ്നങ്ങളും ദർശനങ്ങളും നമുക്ക് നൽകുന്നത്? സ്വപ്നങ്ങളും ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വപ്നങ്ങളും ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സ്വപ്നം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉറക്കത്തിൽ കാണുന്ന ഒരു കാഴ്ചയായിട്ടാണ്, കാര്യമായിട്ടാണ് സ്വപ്നത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുന്നത്. ദർശനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പെട്ടെന്ന് ചിത്രങ്ങൾ പോലെ അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് ദർശനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. യാക്കോബ് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അത് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ബഥയിൽ നിന്ന് പിന്നീട് പേർ വിളിച്ച ആ സ്ഥലത്ത് ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ യാക്കോബ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. സ്വപ്നം കണ്ട് താൻ ഉറക്കമുണർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം സ്വപ്നങ്ങൾ ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദർശനത്തിൽ, പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തിൽ കണ്ടു എന്ന് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം ദർശനങ്ങളും സ്വപ്നങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും നമ്മളോട് ഇടപെടുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനായിട്ടുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് സ്വപ്നവും ദർശനവും. ഈ സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകും. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ ദൈവിക സ്വപ്നങ്ങളാണോ അതോ അല്ലാത്ത സ്വപ്നങ്ങളാണോ എന്നുള്ളത്. നമ്മൾ ഈ ജലദോഷമൊക്കെ പിടിച്ച് ശരീരം ക്ഷീണിച്ചൊക്കെ കിടന്നാൽ ചില സമയത്ത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. കാരണം സഭാപ്രസംഗിയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന് കഷ്ടപ്പാടിൻ്റെ ആധിക്യങ്ങൾ കൊണ്ട് മനുഷ്യൻ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളും നാം കാണുന്ന സ്വപ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മെ കാണിക്കുന്ന സ്വപ്നങ്ങൾക്കകത്ത് നമുക്കൊരു വലിയ ആത്മഭാരം ഉണ്ടാകും. നാം ഉറക്കമുണർന്ന് എഴുന്നേറ്റാലും ഒരു റിയൽ ഇൻസിഡന്റ് പോലെ നമ്മുടെ കൺമുൻപിൽ ആ കാര്യം നിലനിൽക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു ആത്മീക അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അക്രൈസ്തവയായ ഒരു പെൺകുട്ടിയാണ്. ദീർഘനാളുകളായി അവൾ ഉറങ്ങുവാൻ കഴിയാതെ ഒരു രോഗാവസ്ഥ അവളെ ബാധിച്ച്, എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു, എൻ്റെ കൂടെ ഡിഗ്രിക്കൊക്കെ പഠിച്ച ഒരാളാണ്, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്നോട് ഒരു രാത്രിയിൽ, അന്ന് ഞാൻ ഒറീസയിൽ ഒരു മിഷണറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെ ഒരു രാത്രിയിൽ എന്നോട് വിളിച്ചിട്ട് തൻ്റെ വേദനകളും വിവരങ്ങളും എല്ലാം പങ്കുവച്ചു. ഞാൻ യേശുവിനെ കുറിച്ച് അവളോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവളുടെ പാപങ്ങളെല്ലാം അവൾ ഏറ്റുപറഞ്ഞു. അവൾ അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ അവൾ വളരെ സുഖകരമായി കിടന്നുറങ്ങി. 1-2 ദിവസങ്ങൾ കുഴപ്പമില്ലാതെ സുഖകരമായി കിടന്നുറങ്ങി. എന്നാൽ ആ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ അവളുടെ ശവസംസ്കാരം നടക്കുന്നതായിട്ടും അവളുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും ഒരുപാട് പേര് ചുറ്റും കൂടി നിന്ന് അവളെ ഓർത്ത് തേങ്ങി കരയുന്ന കാഴ്ച അവൾ കണ്ട് രാത്രിയിൽ അവിടെ ഉറക്കം നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം പുലർച്ചെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയുള്ള ഭീകരമായ ദുഷ്ടസ്വപ്നങ്ങൾ ഞാൻ കണ്ടു എന്നുള്ളത്. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ആ സ്വപ്നം ദൈവികമല്ല, സ്വയത്തിൽ നിന്ന് വന്നതല്ല, ദൈവത്തിങ്കിലേക്ക് അവൾ പോകുന്നുവെന്ന് മനസ്സിലാക്കി. അവളുടെ ഉള്ളത്തിൽ പിശാച് അവൾക്ക് നൽകിയ സ്വപ്നമാണെന്ന് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ എന്തു പറയാൻ, ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് അവൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവളുടെ പ്രാർത്ഥനയിൽ നിന്നെല്ലാം അവൾ പിന്നിലേക്ക് പോയി. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവൾ തിരിച്ചു പോയത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്,
സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയും സ്വയമായിട്ടുള്ളവയും പിശാചിൽ നിന്നുള്ളവയും ഉണ്ട്. വേദപുസ്തകത്തിൽ ദൈവം സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടവർ എന്തുകൊണ്ട് സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവം നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രതിരോധ വകുപ്പും ഇവിടുത്തെ ഇന്റലിജൻസ് സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ഭീകരാക്രമണത്തിന് സാധ്യതകൾ ഉണ്ടെങ്കിൽ, കലാപ സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മുൻകൂട്ടി ആ വിവരം അറിയുകയും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അവർ രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്ന നിത്യനായ ദൈവം നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ, പിശാച് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഗണ്യമാക്കാതെ ഇരിക്കരുത്. അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാനും അതിൻ്റെ അകത്ത് ഉപവസിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാനും നമുക്ക് കഴിഞ്ഞാൽ പല അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1-ാം അധ്യായം 2-ാം അധ്യായം ഈ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് സ്വപ്നം കണ്ടത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, യോസഫിന് രാത്രിയിൽ ഉണ്ടായ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം തൻ്റെ ഭാര്യയാകുവാൻ പോകുന്ന, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയായ മറിയ, അവർ കൂടി വരുന്നതിന് മുമ്പേ ഗർഭിണിയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അതേ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, അവളെ നീ ഉപേക്ഷിക്കരുത് എന്നുള്ള ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഈ യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ യേശുവിനെ കൊല്ലുവാനായിട്ട് അന്നത്തെ ഹേരോദാവ് അടക്കമുള്ളവർ പദ്ധതിയിട്ടപ്പോൾ അത് മനസ്സിലാക്കി ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ അരുളപ്പാട് അവർക്ക് നൽകിയിട്ട് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എവിടേക്ക് പോകണം എന്ന് പറയുന്ന 2-ാമത്തെ സംഭവമാണ്. 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത്, യേശുവിനെ കാണുവാനായിട്ട് വന്ന വിദ്വാൻമാർ, അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, അവർ ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ വിദ്വാൻമാർ തിരിച്ചു ചെന്ന് ആ കുഞ്ഞിനെ കണ്ടെത്തി കൊല്ലുവാനായിട്ട് പദ്ധതികൾ ഒരുക്കിയ ഹേരോദാവിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ ദൈവം സ്വപ്നത്തിൽ അവർക്ക് അരുളപ്പാട് അവർക്ക് നൽകി കൊടുത്തിട്ട് പറയുകയാണ്, ഹേരോദാവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകരുത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സ്വപ്നങ്ങൾ ദൈവം എന്തിനാണ് നമുക്ക് നൽകി തരുന്നത്? ഒന്ന്, ദൈവ പദ്ധതിയിൽ നമ്മൾ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുവാനും, രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അനർത്ഥങ്ങൾ, ആപത്തുകൾ, പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനുമായിട്ടാണ് ദൈവം നമുക്ക് സ്വപ്നങ്ങളും അരുളപ്പാടുകളും നൽകി തരുന്നത്. ഇതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നോക്കുക, വേദപുസ്തകത്തിൽ ദൈവം സംസാരിച്ചവർ, ദൈവം ഇടപെട്ടവരൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, ദർശനങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ കുറച്ച് ആത്മീയ അനുഭവങ്ങൾ ഞാൻ ഇതിനോട് ചേർന്ന് പങ്കുവെക്കുമ്പോൾ കുറച്ചുകൂടി കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. ഒന്ന്, യാക്കോബിനെ കുറിച്ച് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ യാക്കോബ് ഒരു പ്രതീക്ഷയുമില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, സ്വന്തം സഹോദരനെ ചതിച്ച് മറ്റൊരു നിവൃത്തിയില്ലാതെ ഓടിയ യാക്കോബ് ഒരു സ്ഥലത്ത് ചെന്ന് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിലൂടെ ദൈവം യാക്കോബിനോട് സംസാരിക്കുകയാണ്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, ഞാൻ നിന്നെ ഇവിടേക്ക് മടക്കി വരുത്തും എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിന് ദൈവം ഒരു അർത്ഥം കൊടുക്കുകയാണ്. രണ്ട്, തൻ്റെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം യാക്കോബിന് സ്വപ്നത്തിലൂടെ അരുളപ്പാട് ദൈവം കൊടുക്കുന്നു. ഈ സ്വപ്നം കണ്ടതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? ചില തീരുമാനങ്ങളിലേക്ക് താൻ വരികയാണ്. എന്ത് തീരുമാനമാ? ദൈവം എന്നെ മടക്കി വരുത്തിയാൽ ഈ സ്ഥലത്ത് ഞാൻ ഒരു ആലയം പണിയും, എനിക്ക് തരുന്നതിന് ഞാൻ ദശാംശം കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ അറിവുള്ളത് കൊണ്ട് നമുക്കത് അവ്യക്തമാണെങ്കിലും ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, യാക്കോബിന്റെ ജീവിതത്തിൽ തന്നെ മടങ്ങി വരുവാനുള്ള സമയമായപ്പോൾ ഏകദേശം 20 വർഷങ്ങൾ താന് ലാബാന്റെ വീട്ടിൽ അധ്വാനിച്ച് ഒന്നും കിട്ടാത്തവനായി തീർന്നിരിക്കുമ്പോഴും ദൈവം തനിക്ക് സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. എന്താ? പുള്ളിയും മറുകും ഒക്കെയുള്ള ആടുകൾ മറ്റാടുകളുടെ മുകളിലേക്ക് കയറുന്നതും അങ്ങനെ ചില ആട്ടിൻകുട്ടികൾ ജനിക്കുന്നത് കാണിക്കുന്നു. അതെ, യാക്കോബിന് ദർശനത്തിൽ നൽകുകയും യാക്കോബ് സർവസമ്പന്നനായി മടങ്ങി വരികയും ചെയ്യുന്ന കാഴ്ച. അപ്പോൾ ഞാൻ പറയട്ടെ, സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ശൂന്യതകളെ മാറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നതാണ്. ദൈവം അതിനെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി യോസഫിന്റെ ജീവിതത്തിലേക്ക് വരാം.
യോസഫിന്റെ ജീവിതത്തിൽ യോസഫ് ബാല്യകാലം മുതൽ യോസഫിനെ അറിഞ്ഞിരുന്നത് തന്നെ സ്വപ്നക്കാരൻ എന്നാണ്. തൻ്റെ സ്വപ്നത്തിനുള്ള വ്യാഖ്യാനം തനിക്ക് അറിയില്ലായിരുന്നു. കാരണം താൻ സ്വപ്നം പറഞ്ഞപ്പോൾ തൻ്റെ അപ്പനും അമ്മയുമാണ്, അപ്പനൊക്കെയാണ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തത്. പക്ഷേ ആ സ്വപ്നം തന്നെ എത്തിച്ചത് കുഴിയിലേക്കാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, താൻ എന്ത് സ്വപ്നം കണ്ടോ ആ സ്വപ്നം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മാത്രമല്ല, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു ആത്മീക ഉന്നതിയിലേക്ക് യോസഫ് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫറവോൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം അന്നത്തെ ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ഒന്നും വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ യോസഫിന് ആ സ്വപ്നത്തിന്റെ അർത്ഥം കൃത്യമായി വ്യാഖ്യാനിച്ച് നൽകി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തനിക്കുണ്ടായ ഗുണമെന്ന് പറയുന്നത് താന് അവിടുത്തെ ഒരു പരമോന്നത പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഇടപെട്ട ഒത്തിരി ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിനെ പോലെയുള്ളവർ, പൗലോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് കരുതി മൂസിയയിലും ഫുർഗിയയിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16 കാര്യമാണ് ഞാൻ പറയുന്നത്. രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികിൽ വന്നു നിന്നിട്ട് പൗലോസിനോട് ഞങ്ങളെ സഹായിപ്പാൻ വരണമെന്ന് പറയുന്ന ഒരു ദർശനം പൗലോസിനുണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. ആ ദർശനത്തിന് അനന്തരമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പൗലോസിന് പോകാനായിട്ട് കഴിയുന്നതും വളരെ എഫക്റ്റീവായ ഒരു മിനിസ്ട്രി ചെയ്യുവാനുമായിട്ട് കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകി തരുന്നത്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 3-4 കൂട്ടം അറിവുകൾ ഞാൻ പറഞ്ഞു തരാം. 1, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മെ ദൈവം അറിയുന്നു. 2, നമ്മളോട് ചില സമയങ്ങളിൽ വ്യക്തമായി ദൈവം സംസാരിപ്പാൻ സ്വപ്നങ്ങൾ ദൈവം ഒരു കാരണമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന 2-3 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1, കൊറോണ കാലഘട്ടത്തിൽ, കൊറോണ സമയത്ത് ചർച്ചെല്ലാം അടച്ച് അന്ന് ഞങ്ങൾ ചർച്ചിന്റെ അരികിൽ തന്നെ താമസിക്കുകയാണ്. ഒത്തിരി നിരാശയിൽ, ഒത്തിരി പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, ആരാധനാലയം അടഞ്ഞു കിടക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി ഒരിക്കലും ഇതൊന്നും തുറക്കത്തില്ലെന്ന് വിചാരിച്ച് ചർച്ചിന്റെ അകത്ത് ഇങ്ങനെ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നെ വ്യക്തമായ ഒരു ദർശനം കാണിച്ചു. ഒരുപാട് കൂട്ടമായിട്ട് ആളുകൾ ഞാനിരിക്കുന്ന ആ ചർച്ചിലേക്ക് ചർച്ച അന്വേഷിച്ചു വരുന്നു എന്നുള്ളത്. ആ സ്വപ്നം, ഒരു സ്വപ്നം, ഒരു രാത്രിയിലെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഒത്തിരി ബലപ്പെടുത്തി അത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കൊറോണയുടെ കാലം എല്ലാം മാറി ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരുപാട് പേര് ചർച്ച അന്വേഷിച്ച് ചർച്ചിൽ വരികയും ആത്മീയ കൂട്ടായ്മകളിൽ പങ്കാളികളായി സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ചർച്ചിലെ ഒരു ആനപ്പാറയിലുള്ള, അല്ലെങ്കിൽ ഇവിടെ പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു മരണം ദൈവം വ്യക്തമായി സ്വപ്നത്തിലൂടെ കാണിച്ചു. ആ മരണം അടക്കം നടക്കുന്നു. അച്ഛൻ്റെ ബോഡി വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നു, അടക്കം നടക്കുന്നു. ഈ കാഴ്ചകൾ സ്വപ്നത്തിലൂടെ കണ്ട് സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സംഭവിച്ചത്, അദ്ദേഹത്തിന് ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകുകയും ആ ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത നാളുകളിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ മറ്റൊരു ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം നൽകി തരുന്ന ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പം സ്വപ്നം കാണാത്തവരായി, ദർശനം കാണാത്തവരായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും ദൈവിക ദർശനങ്ങളിലൂടെ, ദൈവിക സ്വപ്നങ്ങളിലൂടെ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ദൈവം വെളിപ്പെടുത്തി തരുവാനും തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള താല്പര്യത്തോടെ നാം ഇരുന്നാൽ നിശ്ചയമായിട്ടും ദൈവം അത് നമ്മെ കാണിക്കും. ഞാൻ പറയട്ടെ, ഇതൊരു പുതിയ കാര്യമല്ല. എനിക്കറിയാവുന്ന ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ദർശനം കാണുന്നവരുണ്ട്. ഈ മെസ്സേജ് തന്നെ കാണുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ചർച്ചിലെ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. ചർച്ചിലെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളടക്കം സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നവരാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട്, അല്ലെങ്കിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് പ്രവാചകനായ യോവേൽ പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകുമ്പോൾ അവിടെ പ്രവചനമുണ്ട്, ദർശനമുണ്ട്, സ്വപ്നമുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു നൽകുന്നതായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നൽകി തരുന്ന ദർശനങ്ങളെ, ദൈവം നൽകി തരുന്ന സ്വപ്നങ്ങളെ അവഗണിക്കരുത്. അങ്ങനെ അവഗണിച്ച് ആപത്തുകൾ നേരിട്ട് ഒത്തിരി പേരെ അറിയാം. ചിലരൊക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, അയ്യോ, ദൈവം ഞങ്ങളെ കാണിച്ചായിരുന്നു, ഞങ്ങൾ അതിനെ ഗൗരവമായിട്ട് എടുത്തില്ല.
മുൻകാലങ്ങളിൽ ഞങ്ങൾക്കും എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ദൈവം കാണിക്കുന്ന ചെറിയ കാര്യങ്ങളെ പോലും ഗൗരവമായിട്ടെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഗൗരവമായിട്ടെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാം. പുതിയൊരു സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കർത്താവ് തൻ്റെ ചിറകിൻ മറവിൽ നമ്മളെയൊക്കെ മറക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.